ഇന്നത്തെ ടോപ്പിക് സ്പോണ്ടൈലോലിസ്തെസിസിനെ പറ്റിയാണ്. നമ്മളുടെ വേർട്ടിബ്ര, അതായത് നട്ടലിൻ്റെ എല്ലുകൾ ഒരു യൂണിറ്റായിട്ടാണ് പ്രവർത്തിക്കുക. ഫങ്ഷൻ അങ്ങനെ തന്നെയാണ്. നമുക്ക് 33 എല്ലുകളുണ്ട്. ഇതൊരൊറ്റ യൂണിറ്റായിട്ടാണ് മുമ്പിലേക്ക് പോകാനും ബാക്കിലേക്ക് പോകാനും വളയാനും തിരിയാനും. ഇപ്പം ഈ 33 എല്ലിൻ്റെ ഒരു എല്ല് മാത്രമായിട്ട് സ്ലിപ്പായിന്ന് വെച്ചോ, എന്താ പറ്റുക? സോ ഇത് ഒന്നെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകും അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകും. സോ ഒരെണ്ണം സ്ലിപ്പായാൽ മുകളിലത്തെ ഉള്ള ബാക്കി എല്ലുകൾ ഇങ്ങനെ മുമ്പിലേക്ക് പോകും. സോ ആ യൂണിറ്റിൻ്റെ ആ ഫങ്ഷനിങ് തെറ്റും. പേഷ്യൻറ്റ് വളയുമേ ഫുൾ യൂണിറ്റ് ഇങ്ങനെ വളയുന്ന പകരം ആ തെറ്റിയ ഭാഗത്താണ് ആക്ഷൻ വരാം. പേഷ്യൻറ്റ് നടക്കുമേ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ഫ്രണ്ട് ബാക്ക്. എല്ലുകൾ തമ്മിൽ ഇങ്ങനെ ആടാൻ തുടങ്ങും. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താ പറ്റുക? എല്ലുകൾ തമ്മിലിങ്ങനെ ഉരയാൻ തുടങ്ങിയാൽ തേയ്മാനങ്ങൾ വരും. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ സിവിയർ ബാക്ക് ഏക്കായിട്ട് വരാം, നടുവേദനയായിട്ട് വരാം. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളുടെ എല്ലിൻ്റെ ഇടയിലെന്താ? ഞരമ്പാ. സോ ഇത് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റിങ് ചെയ്തില്ലെങ്കിൽ അത് ഞരമ്പിൽ ബാധിക്കും. ഇത് സംഭവിക്കാൻ കാരണം എന്താ? ഏറ്റവും കോമൺ കാരണം പ്രായം കൂടുന്നവരാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ ഡിസ്ക്, നമുക്കറിയാലോ എല്ലിൻ്റെ ഇടയിൽ ഡിസ്ക് ഉണ്ട്. ഇതൊരു വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ പോലെയാണ്. ഈ ഗ്യാപ്പ് കുറയുമേ പ്രായം കൂടുന്തോറും ഡിസ്കിൻ്റെ ഹൈറ്റ് കുറയുമ്പോൾ എല്ലുകൾ തമ്മിൽ ഇങ്ങനെ ജാം ആവും. ഇങ്ങനെ ജാം ആവുമ്പോൾ അവരുടെ സ്റ്റെബിലിറ്റി, അവരുടെ ഉറപ്പ് പോവും. സോ എന്താ പറ്റുക? അത് തെറ്റും. ഇങ്ങനെ തെറ്റാൻ പാടില്ല. ഇത് ഒരൊറ്റ യൂണിറ്റായിട്ടാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്. പക്ഷെ തെറ്റിയാൽ പേഷ്യൻ്റ് വളയുമ്പോൾ ഫുൾ സ്പൈൻ ചെരിയുന്ന പകരം ഈ ഭാഗം മാത്രം ചെരിയുള്ളൂ. അപ്പോഴാണ് ഈ പെയിൻ വരാം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഒരു വാക്കിൽ അവസാനിപ്പിക്കാം. ട്രീറ്റ്മെൻറ്റ് എന്താ? ആ ഇൻസ്റ്റെബിലിറ്റി നമ്മൾ ടൈറ്റ് ആക്കണം. താങ്ക് യു.